إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും മനോഹരമായ നാമങ്ങളിൽ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു നാമമാണ് അന്നൂർ എന്നത്. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എത്രയോ തവണ നമ്മൾ ഇരുട്ടുകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് പാപത്തിൻ്റെ ഇരുട്ടുകളാകാം, അതല്ലെങ്കിൽ നിരാശയുടെ ഇരുട്ടുകളായിരിക്കാം, അതുമല്ലെങ്കിൽ വഴി കാണാതെ നിൽക്കുന്ന ആശയക്കുഴപ്പത്തിൻ്റെ ഇരുട്ടുകളായിരിക്കാം, അതുമല്ലെങ്കിൽ പുറത്തെ ആളുകൾക്കിടയിൽ ചിരിച്ചു നടക്കുന്നുണ്ടെങ്കിലും മനസ്സുകളിൽ നീറുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇരുട്ടുകളായിരിക്കാം. ഏതായാലും ഇങ്ങനെ നോക്കുമ്പോൾ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വെളിച്ചമാണ്, ഒരു പ്രകാശമാണ്. ആ പ്രകാശം എന്ത് പ്രകാശമാണ്? ആരാണ് നമുക്ക് നൽകുന്നത്? സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ പ്രകാശിക്കും. ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ രാത്രികൾ മനോഹരമായി തീരും. വൈദ്യുതി വെളിച്ചങ്ങൾ നമ്മുടെ വീടുകളെ അലങ്കാരമാക്കുന്നുണ്ടാകാം.
എന്നാൽ തകർന്നുപോയ ഒരു ഹൃദയത്തെ യഥാർത്ഥമായ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പറഞ്ഞ ഒന്നിനും കഴിയുകയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. മറിച്ച് തകർന്നുപോയ ഹൃദയത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു വെളിച്ചമുണ്ട്. പാപത്തിൽ നിന്ന് തൗബയിലേക്ക് നമ്മെ നയിക്കുന്ന വെളിച്ചം ഏതാണോ അതാണ് ആ വെളിച്ചം. വഴിപിഴച്ചുപോയ ജീവിതത്തെ, വഴിപിഴച്ചുപോയ ഹൃദയത്തെ ഹിദായത്തിന്റെ വഴിയിലോട്ട് നയിക്കാൻ കാരണമാകുന്ന വെളിച്ചം ഏതാണോ അതാണ് ആ വെളിച്ചം. അതാണ് നൂറുല്ലാഹ്, അള്ളാഹുവിന്റെ പ്രകാശം, അള്ളാഹുവിന്റെ വെളിച്ചം. രാത്രികാലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നിസ്കാരങ്ങളിൽ ദുആ ചെയ്യാറുണ്ടായിരുന്ന ഒരു ദുആയിൽ അതിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, അൻത നൂറുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിൻ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും നൂറ് നീയാണ്. അതിൻ്റെ ഇടയിൽ ആരൊക്കെയുണ്ടോ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം നൂറ് നൽകുന്നത് അള്ളാഹുവേ നീയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ മനോഹരമായ ഒരു നാമമാണ് നൂർ എന്നത്. അതോടൊപ്പം അള്ളാഹുവിന്റെ ദാത്തിയായ ഒരു സിഫത്ത് കൂടിയാണ്. അള്ളാഹുവിന്റെ ഒരു ഗുണമാണത്, അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ്. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാശത്തെ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന്റെ നൂർ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കണ്ണുകളിൽ കാണുന്ന വെളിച്ചം പോലെയല്ല, അതൊരു സൂര്യപ്രകാശം പോലെയല്ല, അതൊരു ചന്ദ്രപ്രകാശമല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും തീയുടെ ജ്വാല പോലെയല്ല. മറിച്ച് അത് അള്ളാഹുവിന്റെ മഹത്വത്തിനും അവന്റെ ജലാലിയത്തിനും യോജിച്ച രൂപത്തിലുള്ള ഒരു പ്രകാശമാണ്. അവൻ സൃഷ്ടിച്ചിട്ടുള്ള നൂറ് കൊണ്ടാണ് അവൻ സൃഷ്ടികളിൽ നിന്നും മറ സ്വീകരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിജാബുഹു അന്നൂർ, അള്ളാഹുവിന്റെ ഹിജാബ് പോലും നൂറാണെന്നാണ്. നമ്മൾ എന്തുകൊണ്ട് അള്ളാഹുവിനെ കാണുന്നില്ല? അവൻ സൃഷ്ടിച്ച ഒരു നൂറ് കൊണ്ട് അവൻ മറഞ്ഞിരിക്കുകയാണ്. ആ ഹിജാബിന്റെ പ്രകാശത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് യാത്രയിൽ കണ്ടിട്ടുള്ളത്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ഹൽ റഅയ്ത റബ്ബക്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടിരിക്കുന്നുവോ, കണ്ടിട്ടുണ്ടോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നൂറുൻ അന്നാ അറാഹു, അവൻ ഒരു പ്രകാശമാണ്, ഞാൻ എങ്ങനെ അവനെ കാണാനാണ് എന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, റഅയ്തു നൂറൻ, ഞാനൊരു പ്രകാശം കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഒരു പ്രകാശമാണ്, അവൻ പ്രകാശത്തെ സൃഷ്ടിച്ചിരിക്കുന്നു, അത് അള്ളാഹുവിന്റെ നാമമാണ്, അതവന്റെ സിഫത്ത് കൂടിയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഈ നൂർ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും, അപ്പോഴാണ് നമുക്ക് സമാധാനം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ നൂറെത്തുക? അതിനുള്ള മറുപടിയാണ് സൂറത്തുൻ നൂറിൽ 35-ാമത്തെ ആയത്തിൽ സുന്ദരമായ ഒരു ഉപമയിലൂടെ അള്ളാഹു അത് വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും നൂറാണ്. മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്, മസലു നൂരിഹി അവന്റെ പ്രകാശത്തിന്റെ ഉപമ, കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹുൻ, ചുമരിൽ ഒരു വിളക്ക് വെക്കാനുള്ള ഒരു അറ നിങ്ങൾ സങ്കല്പിക്കുക. ചുമരിൽ ഒരു വിളക്ക് വെക്കാനുള്ള ഒരു മാടം, അതിൽ ഒരു വിളക്ക് വെച്ചാൽ എങ്ങനെയുണ്ടാകും? അൽ മിസ്ബാഹു ഫീ സുജാജ, ആ വിളക്ക് തന്നെയുള്ളത് ഒരു സ്ഫടികത്തിലാണ്. അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയുൻ യൂഖദു മിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയത്തിൻ വലാ ഗർബിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ സ്ഫടികം പോലും ഒരു ജ്വലിക്കുന്ന നക്ഷത്രം പോലെയാണ്. അനുഗ്രഹീതമായ സൈതൂൻ ഒലീവ് വൃക്ഷത്തിൽ നിന്നാണ് അതിന് ഇന്ധനം നൽകുന്നത്. യകാദു സൈതുഹാ യുദീഉ വലൗ ലം തംസസ്ഹു നാർ, അതിന്റെ എണ്ണ തീ തട്ടിയിട്ടില്ല എങ്കിൽ പോലും അത് പ്രകാശിക്കുമാറാകുന്നു എന്നതുപോലെ ഒരു വളരെ അർത്ഥവത്തായ സുന്ദരമായ ഒരു ഉപമയിലൂടെ അള്ളാഹു അത് വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ആയത്ത് നമ്മൾ ഓതുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ അള്ളാഹു തന്റെ ദാത്തിനെ ഒരിക്കലും ഒരു വിളക്കിനോടോ ഒരു സ്ഫടികത്തിനോടോ ഉപമിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് അള്ളാഹു
തന്റെ ദാസന്മാരുടെ ഹൃദയത്തിൽ നൽകുന്ന ഹിദായത്തിന്റെ വെളിച്ചം വളരെ മനോഹരമായ ഒരു ഉപമയിലൂടെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. വിളക്ക് വെക്കാൻ പാകത്തിലുള്ള ഒരു അറയിൽ ഒരു വിളക്ക് വെച്ചാൽ ആ വിളക്ക് തന്നെയും ഒരു സ്ഫടികത്തിനുള്ളിലാണെങ്കിൽ ആ സ്ഫടികം പോലും നക്ഷത്രം പോലെ തിളങ്ങുന്നുണ്ടെങ്കിൽ ആ വിളക്കിന് ഉപയോഗിക്കുന്ന ഇന്ധനം പോലും സൈത്തൂനാക്കപ്പെട്ട മുബാറക്കത്തായിട്ടുള്ള ഒരു വൃക്ഷത്തിന്റെ ഇന്ധനമാണെങ്കിൽ അതെത്ര ഭംഗിയുള്ളതായിരിക്കും. ഇവയെല്ലാം പറഞ്ഞുകൊണ്ട് അള്ളാഹു ഒരു മുഅ്മിനിന്റെ ഹൃദയം എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എന്ന് പറഞ്ഞാൽ ഒരു വിശദമായ ഒരു ഉപമയാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരിക്കലും നമുക്കത് വിശദീകരിക്കാൻ കഴിയില്ല. ഖുർആൻ ഒരു ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഒരു ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഒരു ഹൃദയത്തിലേക്ക് തഖ്വയാകുന്ന മാധുര്യം പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഹൃദയം പ്രകാശിക്കാൻ തുടങ്ങും, വലിയ സമാധാനം അനുഭവപ്പെടും. ആ പ്രകാശം ഒരിക്കലും നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല, മറിച്ച് അവന്റെ ജീവിതത്തിൽ അത് പ്രതിഫലിച്ചു നിൽക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. മുമ്പ് നമസ്കാരത്തിൽ അശ്രദ്ധനായിരുന്ന ഒരു വ്യക്തി ഈ പ്രകാശം അവന്റെ ഹൃദയത്തിൽ തട്ടുന്നതോടുകൂടി ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ മസ്ജിദിലേക്ക് അവൻ നടന്നു പോകും. മുമ്പ് ഖുർആൻ ഒരിക്കലും തുറന്നിട്ടില്ലാത്ത വ്യക്തി പിന്നെ ഖുർആൻ ഓതാത്ത ദിവസങ്ങൾ അവന്റെ ജീവിതത്തിൽ കടന്നു പോകുന്നത് പ്രയാസമായി തോന്നും. മുമ്പ് പാപങ്ങളിൽ ആനന്ദവും സന്തോഷവും കണ്ടെത്തിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പാപത്തെ അവൻ ഭയത്തോടുകൂടി നോക്കിക്കാണും. ഇതാണ് അള്ളാഹുവിന്റെ നൂർ, ഇത് അള്ളാഹുവിന്റെ പ്രകാശമാണ്, അതിന്റെ അടയാളമാണ്. അതവന്റെ ഹൃദയത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നതിന്റെ അടയാളം. അതുകൊണ്ടാണ് ഈ ഉപമൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു ആയത്തിൽ അവസാനം പറഞ്ഞു നൂറുൻ അലാ നൂർ. ഇതൊരു പ്രകാശത്തിന്റെ മേലുള്ള പ്രകാശമാണ്, നൂറിന്റെ മേലുള്ള പ്രകാശമാണ്. നൂറുൻ അലാ നൂർ, എത്ര മനോഹരമായ പ്രയോഗമാണത്. ഇതൊരു നൂറാണ്. ഈമാൻ ഒരു നൂറാണ്, ഖുർആൻ ഒരു നൂറാണ്, സുന്നത്ത് ഒരു നൂറാണ്, നമസ്കാരം ഒരു നൂറാണ്, ദിക്റുകൾ ഒരു നൂറാണ്. ഇവയെല്ലാം ഒന്നിച്ചു ചേരുമ്പോൾ ഒരു മുഅ്മിനിന്റെ ജീവിതം നൂറുൻ അലാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശമായി മാറുന്നു. അതിന്റെ അവസാനത്തിൽ ആ ആയത്ത് അവസാനിക്കുമ്പോൾ അല്ലാഹു ഉടനെ പറഞ്ഞു യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ. അത് അല്ലാഹു ഒരിക്കലും എല്ലാവർക്കും കൊടുക്കൂല. അല്ലാഹു ഉദ്ദേശിച്ച ചില ആളുകൾക്കാണ് ആ നൂറ് മുഖേന അവൻ വഴി നടത്തുന്നത് എന്ന്. സഹോദരങ്ങളെ, ഈ ആയത്ത് നമ്മൾ കേൾക്കുമ്പോൾ ഒരു ഭാഗത്ത് സന്തോഷവും മറ്റൊരു ഭാഗത്ത് ഭയവും നമുക്ക് തോന്നേണ്ടതുണ്ട്. സന്തോഷം എന്തെന്ന് വെച്ചാൽ അള്ളാഹു നമുക്കും ഈ നൂറ് നൽകിയിട്ടുണ്ട് എന്നതിനെ കുറിച്ചാണ്. ഭയം എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് അള്ളാഹു എന്നിൽ നിന്ന് ഈ നൂറ് എടുത്തു കളയുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഭയവും ഉണ്ടാവണം. കാരണം ഹിദായത്താകുന്ന നൂർ, ദീനിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ കഴിയുന്നു എന്ന നൂറുണ്ടല്ലോ സഹോദരങ്ങളെ, നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ സൗന്ദര്യം കൊണ്ടോ നമ്മുടെ തറവാടിത്തം കൊണ്ടോ ഒരിക്കലും അള്ളാഹു തന്നതല്ല, മറിച്ചത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അവന്റെ കരുണയുടെ ഭാഗമായി നമുക്ക് അള്ളാഹു തന്നതാണ്. അതൊന്നുകൂടി വ്യക്തമായി ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഖലഖ ഖൽഖഹു ഫിദ്ദുൽമ. അള്ളാഹു തന്റെ സൃഷ്ടികളെ ഇരുട്ടിൽ സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു തന്റെ പ്രകാശം, തന്റെ നൂറുണ്ടല്ലോ, അത് അള്ളാഹു അവരിൽ അങ്ങ് ഒരു കാറ്റ് പോലെ അങ്ങ് വീശിയപ്പോൾ ഫമൻ അസാബഹു മിൻ ദാലിക നൂരി ഇഹ്തദാ, ആ കാറ്റ് ആരിലൊക്കെ തട്ടിയോ അവരൊക്കെ ഹിദായത്തിലായി എന്ന് പറഞ്ഞാൽ അവന്റെ നൂറ് കിട്ടി. വമൻ അഖ്തഅഹു ളല്ല, അത് ആർക്കൊക്കെ ലഭിക്കാതെ പോയോ അവനൊക്കെ വഴി വെച്ചു പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് കേൾക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് അള്ളാഹുവോടുള്ള ശുക്റാണ്. ഇന്ന് നമുക്ക് ഈമാൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ, അതിന്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമസ്കരിക്കാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഖുർആൻ ഒന്ന് എടുത്തു വെച്ച് ഓതാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ ബുദ്ധിയോ കഴിവോ ശക്തിയോ നമ്മുടെ സമ്പത്തോ തറവാടിത്തമോ സൗന്ദര്യമോ കൊണ്ടല്ല, മറിച്ച് അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അള്ളാഹു തന്റെ നൂറിൽ നിന്ന് ഒരൽപ്പം നമ്മളിൽ വീശിയത് കൊണ്ടാണ് നമുക്ക് ആ ഹൃദയത്തിൽ ആ നൂർ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ദുആ ചെയ്യണം, അല്ലാഹ് നീ ഞങ്ങളുടെ ഹൃദയത്തിൽ തെളിച്ചിട്ടുള്ള ഈ നൂറ് ഞങ്ങളിൽ നിന്ന് അകറ്റരുതേ എന്ന്.
നോക്കൂ നിങ്ങൾ, ഈ നൂറിന്റെ വിഷയം സൂറത്തു നൂറിൽ അള്ളാഹു പറഞ്ഞെടുത്ത് അത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, വമല്ലം യജ്അലില്ലാഹു ലഹു നൂറാ ഫമാ ലഹു മിൻ നൂർ. അള്ളാഹുവിന്റെ നൂറ് ആർക്കൊക്കെ ലഭിച്ചില്ലയോ അവർക്കൊന്നും പിന്നെ ഒരു നൂറും ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ്. അള്ളാഹിന്റെ നൂറ്, അതാണ് യഥാർത്ഥ നൂർ, അതാണ് യഥാർത്ഥ സമാധാനം. അത് ആർക്ക് കിട്ടിയില്ലേ സഹോദരങ്ങളെ, പിന്നെ ഒരാൾക്കും ഒരു നൂറും ഉണ്ടായിരിക്കുന്നതല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ലോകത്ത് എല്ലാ അറിവും ഒരാൾ കരസ്ഥമാക്കിയാലും, ലോകത്തിലുള്ള എല്ലാ സമ്പത്തും ഒരു വ്യക്തി കരസ്ഥമാക്കിയാലും, എല്ലാ സുഖ സൗകര്യങ്ങൾ ഒരാൾക്കുണ്ടായാലും ഹൃദയത്തിൽ അള്ളാഹുവിന്റെ നൂറില്ലെങ്കിൽ അവന് യഥാർത്ഥ സമാധാനമില്ല, യഥാർത്ഥ വിജയം അവന് കണ്ടെത്താൻ കഴിയുകയില്ല എന്നതാണ്. സഹോദരങ്ങളെ, ഈ നൂറ് നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ വർദ്ധിക്കാൻ പാകത്തിലുള്ള അമൽ എന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു. സഹോദരങ്ങളെ, ഒന്നാമത്തത് ഖുർആനുമായുള്ള ബന്ധം സ്ഥാപിക്കലാണ്. നന്നായി ഖുർആനുമായുള്ള ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നോക്കൂ നിങ്ങൾ, ഒരു വീടിന് വെളിച്ചമില്ലെങ്കിൽ ആ വീട് ഇരുണ്ടു പോകുന്നത് പോലെ ഖുർആൻ ഇല്ലാത്ത ഹൃദയം പതിയെ പതിയെ ഇരുട്ടായി കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനെ നൂർ എന്ന് വിശേഷിപ്പിച്ചത്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. അള്ളാഹുവിൽ നിന്നുള്ള ഒരു നൂറിത നിങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുന്നു. വകിതാബും മുബീൻ എന്നതുപോലെ വ്യക്തമായ ഒരു ഗ്രന്ഥവുമാണത്. അതൊരു നൂറുമാണ്, വ്യക്തമായ ഒരു ഗ്രന്ഥവുമാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഖുർആൻ എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. ആ ഖുർആനുമായി നമ്മൾ എത്രത്തോളം ബന്ധപ്പെടുന്നുവോ അത്രമേൽ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും എന്നർത്ഥം. ഖുർആനിന്റെ ഓരോ സൂറത്തും പ്രകാശമാണ്, ഓരോ ആയത്തും പ്രകാശമാണ്. നോക്കൂ നിങ്ങൾ, വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമുഅ. വെള്ളിയാഴ്ച ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അദാഅ ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈൻ. ഈ വെള്ളിയും അടുത്ത വെള്ളിയും വരേക്കുള്ള ഒരു പ്രകാശമാണ് ആ സൂറത്തുൽ കഹ്ഫ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനുമായി നല്ല ബന്ധം നമുക്കുണ്ടാവണം. ഖുർആനിന്റെ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിച്ചാൽ പിന്നെ നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ ഇല്ലാതാവും, നമ്മുടെ പ്രയാസങ്ങൾ ഇല്ലാതായി പോകും. അതുകൊണ്ടാണ് വിഷമമുണ്ടാവുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ ഇസ്തഅസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക എന്ന് പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ് അള്ളാഹുവോട്, അള്ളാഹുവേ അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി. അള്ളാഹുവേ, ഖുർആനിന്റെ എന്റെ ഹൃദയത്തിനൊരു വസന്തമാക്കണമേ. റബീഅ ഖൽബി, എന്റെ ഹൃദയത്തിന് വസന്തമാക്കണം. വനൂറ സദ്രി, എന്റെ ഹൃദയത്തിനൊരു പ്രകാശമാക്കണേ. ഖുർആന് എന്റെ ഹൃദയത്തിനൊരു പ്രകാശമാക്കണേ. ഇത് നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുന്നത് എപ്പോൾ വിഷമം വരുമ്പോ. വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി, എന്റെ എല്ലാ വിഷമങ്ങളും നീക്കി തരണേ, എന്റെ പ്രയാസങ്ങൾ ഇല്ലാതാക്കി തരണേ എന്ന് ഒരാൾ ദുആ ചെയ്താൽ ഇല്ല അദ്ഹബല്ലാഹു ഹമ്മഹു വഹസ്നഹു വഅബ്ദലഹു മകാനഹു ഫറജ. അവന്റെ വിഷമം പോയി, അള്ളാഹു പകരം അവന് സന്തോഷവും ഒരു തുറവിയും ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അലാ നതഅല്ലമുഹ, ഇത് ഞങ്ങൾ പഠിക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ പഠിക്കണം. യംബഗി ലിമൻ സമിഅഹ അൻ യതഅല്ലമഹ, ഇതാരെങ്കിലും ഈ ഹദീസ് കേട്ടാൽ പിന്നെ അവന് പഠിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ ഒരു ഹദീസ് കൂടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിഷമം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദുആയിൽ പോലും ഉള്ളത്, നമുക്ക് ഖുർആൻ നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമാകാൻ, ഖുർആൻ നമ്മുടെ ഹൃദയത്തിന്റെ പ്രകാശമായി തീരാൻ. സഹോദരങ്ങളെ, അങ്ങനെ ആയിത്തീർന്നാൽ പിന്നെ നമുക്ക് വിഷമം ഉണ്ടാകില്ലെന്നാണ് അർത്ഥം. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാൽ നമ്മുടെ ശരീരത്തിന് ക്ഷീണം ബാധിക്കുന്നത് പോലെ
എത്ര ദിവസമായി സഹോദരങ്ങളെ ഖുർആൻ വായിക്കാതെ നമ്മുടെ ഹൃദയം പ്രയാസപ്പെടുന്നു എന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത്, ഹൃദയം ജീവനുള്ളതാണോ എന്നറിയണമെങ്കിൽ അവൻ ഖുർആനുമായി എത്ര ബന്ധമുണ്ട് എന്ന് നോക്കിയാൽ മതി എന്നാണ്. നമ്മുടെ ജീവൻ, നമ്മുടെ ഹൃദയം അത് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നറിയണമെങ്കിൽ, എന്ന് പറഞ്ഞാൽ ആത്മീയമായ ജീവൻ അതിനുണ്ട് എങ്കിൽ സഹോദരങ്ങളെ നമുക്ക് ഖുർആനുമായുള്ള എത്ര ബന്ധമുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ചാൽ മതി എന്നാണ്. ഖുർആൻ വായിക്കുന്ന ഹൃദയം മരിക്കുകയില്ല, ഖുർആൻ മനസ്സിലാക്കിയ ഹൃദയം വടിപിഴക്കുകയില്ല. അത് നേരിലേക്ക് നയിക്കാൻ അള്ളാഹു അയച്ചിട്ടുള്ള പ്രകാശമാകുന്നു ഖുർആൻ എന്നത്. അതുകൊണ്ട് ഖുർആനുമായി നല്ല ബന്ധം ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ദിക്റുള്ളവരായി നമ്മൾ മാറുക എന്നാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന ഹൃദയം എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കും. അള്ളാഹുവിനെ ഓർക്കുന്ന ഹൃദയവും ഓർക്കാത്ത ഹൃദയവും മരിച്ചവനെയും ജീവിച്ചിരിക്കുന്നവനെയും പോലെയാണ്. അള്ളാഹിനെ ഓർത്താൽ നമ്മുടെ ഹൃദയം ജീവിക്കും, പ്രകാശിക്കും. ഓർത്തില്ലെങ്കിലോ നമ്മുടെ ഹൃദയം മരിച്ചു പോകും. എന്ന് പറഞ്ഞാൽ പ്രകാശം ഉണ്ടാവുകയില്ല, ഇരുട്ടായി മാറും. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പഠിപ്പിച്ച ഒരുപാട് അനേകം ദുആകളുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യണം. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതൊന്നും വെറും വാക്കുകളല്ല സുഹൃത്തുക്കളെ, ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്ന നൂറുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അള്ളാഹുവിനെ സ്മരിക്കുന്ന വാക്കുകൾ മരണസമയത്ത് പോലും ഒരു മുഅ്മിന് നൂറായി മാറും എന്നത്. നാം ചൊല്ലുന്ന അള്ളാഹുവിനെ ഓർക്കുന്ന ദിക്റുകൾ ഉണ്ടല്ലോ, നമ്മുടെ മരണസമയത്തുള്ള നമ്മുടെ പ്രകാശമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലൂടെ നടന്നു പോവാണ്. അദ്ദേഹം ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, മാ ലക മുക്തയിബ, എന്താ നീ വിഷമിച്ചിരിക്കുന്നത്? ഖലീഫയായി അബൂബക്കറിനെ തെരഞ്ഞെടുത്തത് കൊണ്ടാണോ നിന്റെ വിഷമം എന്ന് അദ്ദേഹം പറഞ്ഞു, അല്ല അല്ല, റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. എന്താണത്? ഇന്നി ലാ അലമു കലിമതൻ ലാ യഖൂലുഹാ അബ്ദുൻ ഇൻദ മൗതിഹി ഇല്ലാ കാനതു ലഹു നൂറൻ ലിസഹീ. ഒരു വാചകം എനിക്കറിയാം, മരിക്കുന്ന സമയത്ത് ഒരു അടിമ അത് പറഞ്ഞുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ ഏടുകൾ അത് മുഖേന പ്രകാശിക്കും എന്ന്. മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ജസദിനും റൂഹിനും ആത്മാവിനും അവന്റെ ശരീരത്തിനും അതൊരു ആശ്വാസമായി മാറുമെന്ന്. പക്ഷെ റസൂലുള്ളാഹി വഫാത്തായി അത് ചോദിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞതുമില്ല എന്ന്. അതുകൊണ്ടാണ് എന്റെ വിഷമം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ വിഷമിക്കണ്ട, അത് റസൂലുള്ളാഹി തന്റെ അമ്മിനോട് പറഞ്ഞ അതേ വാചകമായിരിക്കും. ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല എന്ന്. അതല്ലാത്ത ഏറ്റവും സുരക്ഷ നൽകുന്ന മറ്റൊരു വാചകം ഉണ്ടായിരുന്നെങ്കിൽ റസൂലുള്ളാഹി അത് പറയാനാണല്ലോ കൽപ്പിക്കുക. റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനാണ് പറഞ്ഞത്. അതുകൊണ്ട് സംശയം വേണ്ട, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂറാണ്, സുബ്ഹാനല്ലാഹ് നൂറാണ്, ഏത് ദിക്റുകളും നൂറാണ്. അതുകൊണ്ട് ജീവിതം സഹോദരങ്ങളെ ദിക്റുകൾ കൊണ്ട് നമ്മൾ സമ്പന്നമാക്കണം. മൂന്നാമത്തെ കാര്യം, ഈമാൻ വർദ്ധിപ്പിക്കുന്ന അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചെടുക്കുക എന്നാണ്. നല്ല കൂട്ടുകെട്ട് നമുക്കുണ്ടാകണം. പുറത്തുള്ള വെളിച്ചം നമുക്ക് കണ്ണിന് പ്രകാശം നൽകുന്നത് പോലെ നമ്മുടെ ഈമാനാണ് സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിന് പ്രകാശം നൽകുന്നത്. അതുകൊണ്ട് നല്ല സുഹൃത്തുക്കൾ, നന്മയിലേക്ക് വഴി നടത്തുന്ന സുഹൃത്തുക്കൾ നമുക്ക് ഉണ്ടാകണം. നമ്മുടെ ഒരു സുഹൃത്തിന്റെ മുമ്പിലെത്തിയാൽ അവന്റെ മുമ്പിൽ നിസ്കരിക്കാൻ നമുക്ക് മടിയാണെങ്കിൽ സഹോദരങ്ങളെ അവൻ നല്ല സുഹൃത്തല്ല. ഒരാളുടെ മുമ്പിൽ നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഒരാൾ, അവൻ സഹോദരങ്ങളെ അവന്റെ മുമ്പിൽ വെച്ച് നിസ്കരിക്കാതിരിക്കുന്നത് നമുക്ക് മടിയാണെങ്കിൽ അവൻ നല്ല സുഹൃത്താണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. നല്ല കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നവനാണ് നല്ല സുഹൃത്തുക്കൾ. നല്ല മജ്‌ലിസുകളിൽ നമ്മൾ പങ്കെടുക്കണം. നല്ല ദിക്റിന്റെ അല്ലാഹുവിനെ ഉത്ബോധിപ്പിക്കുന്ന സദസ്സുകളിൽ നമ്മൾ എപ്പോഴും ഉണ്ടാവണം. ദിക്റിന്റെ സദസ്സുകളിൽ നമ്മൾ ഉണ്ടാവണം. ഖുർആൻ ക്ലാസുകളിൽ സജീവ സാന്നിധ്യമായി നമ്മൾ ഉണ്ടാവണം. അതൊക്കെ ദിക്റുകളാണ്. അങ്ങനെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ മുന്നിട്ടിറങ്ങണം. ഇവയുമായി നമ്മുടെ ജീവിതത്തെ നമ്മൾ ബന്ധിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഹൃദയം പ്രകാശിക്കും, നമുക്ക് സമാധാനം അനുഭവപ്പെടും എന്നുള്ളതാണ്. നാലാമതായി സഹോദരങ്ങളെ, നമ്മുടെ നിസ്കാരം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു നൂറുൻ, നിസ്കാരം അത് പ്രകാശമാണ്.
അതൊരു മുഅ്മിനിന്റെയും ഐഡന്റിറ്റിയാണ്. അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ ഫമൻ തറകഹ ഫഖദ് കഫർ. മുഅ്മിനിന്റെയും അവിശ്വാസിയുടെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരമാണ്. അത് ഉപേക്ഷിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നിസ്കാരം എന്നത് നൂറായി മാറിയതെന്നോ? അല്ലാഹുമായി ഏറ്റവും അടുക്കുന്ന ഇബാദത്ത് നിസ്കാരമാണ്. അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. അതിൽ തന്നെ സുജൂദിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലെ റുകൂഉകൾ, അതിലെ പ്രാർത്ഥനകൾ, അതിലെ ദുആകൾ, അതിലെ ഇഅ്തിദാലുകൾ, അതിലെ ഇടയിലിരുത്തം, അതിലുള്ള തഹിയ്യാത്ത്, സഹോദരങ്ങളെ മുഴുവൻ അല്ലാഹുമായി ബന്ധപ്പെട്ട് രഹസ്യ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചും സുജൂദിൽ സഹോദരങ്ങളെ നമ്മൾ അല്ലാഹുമായി അടുക്കുകയാണ്. അത് നല്ല ഒരു മുനാജാത്താണ് അവിടെ നടക്കുന്നത്. നമ്മൾ അല്ലാഹുമായി സംസാരിക്കുകയാണ്. നല്ല ബഹുമാനം വേണം, ആദരവ് വേണം. തോന്നിയതുപോലെ കിടക്കാൻ പറ്റൂല. ഏതൊക്കെ അവയവങ്ങൾ നിലത്ത് തട്ടണമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ അതേ തട്ടാൻ പാടുള്ളൂ. 2 കാൽമുട്ടുകൾ, വിരലിന്റെ അഗ്രഭാഗം, അതുപോലെ 2 കൈപ്പത്തികൾ, ഈ നെറ്റിയും മൂക്ക് മടങ്ങുന്ന ഭാഗം. നായ കിടക്കും പോലെ നിങ്ങൾ സുജൂദിൽ കിടക്കരുത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. എങ്ങനെ നിസ്കരിക്കാൻ പഠിപ്പിച്ചോ ആ രൂപത്തിൽ നമ്മൾ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നോക്കൂ, നിങ്ങൾ നിസ്കാരത്തിലേക്ക്, പള്ളിയിലേക്ക് നടന്നു പോകുന്നതിന്റെ മഹത്വമായി അവിടെയും നൂറിനെ ചോദിക്കാനാണ്. അവിടെയും നൂറുണ്ടെന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ബശ്ശിരിൽ മശാഈന ഫി ളുലമിൽ മസാജിദി ബിന്നൂരി താമി യൗമൽ ഖിയാമ. പള്ളിയിലേക്ക് നടന്നു പോകുന്നവന് സന്തോഷ വാർത്ത നിങ്ങൾ അറിയിച്ചു കൊള്ളുക. അവന് നാളെ ഖിയാം നാളിൽ പൂർണ്ണമായ നൂറുണ്ട് എന്നാണ്. അവിടെ നിന്ന് പള്ളിയിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വഫീ ലിസാനി നൂറാ വജഅൽ ലി ഫീ സമഇ നൂറാ വജഅൽ ലി ഫീ ബസരി നൂറാ വജഅൽ ലി മിൻ ഖൽഫി നൂറാ വമിൻ അമാമി നൂറാ വജഅൽ മിൻ ഫൗഖി നൂറാ വമിൻ തഹ്തി നൂറാ അല്ലാഹുമ്മ അത്നി നൂറാ. നൂറിനെ ചോദിക്കാൻ. അള്ളാഹുവിന്റെ കണ്ണിന്, കാതിന്, കാഴ്ചക്ക്, കേൾവിക്ക്, എന്റെ മുമ്പില്, പിന്നില്, വലതു ഭാഗത്ത്, ഇടതു ഭാഗത്ത്, താഴെ, മുകളിൽ അള്ളാഹുവെ മുഴുവൻ എനിക്ക് നൂറ് നൽകണം എന്ന് പറഞ്ഞാണ്ട പള്ളിയിൽ പോകുന്നത്. നിസ്കാരവും നൂറാണ്, അതിലെ സുജൂദും നൂറാണ്. അതൊരു നൂറാണ് സഹോദരങ്ങളെ. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ റാഹത്ത് തരുന്ന നിസ്കാരമായി മാറണം. അപ്പോഴാണ് ഈമാനിന്റെ മാധുര്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ നാമമായ നൂറെന്താണ് എന്നും അള്ളാഹുവിൻ്റെ നൂറ് എന്താണ് എന്നും ആ നൂറ് ഹൃദയത്തിൽ എങ്ങനെ പ്രവേശിക്കുന്നു എന്നും അത് പ്രവേശിച്ചാലുള്ള അടയാളത്തെക്കുറിച്ചും ആ നൂറ് വർദ്ധിപ്പിക്കുന്ന അമലുകളെ കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഈ ലോകത്ത് നാം നേടിയിട്ടുള്ള ഈ നൂറ് നാളെ ആഖിറത്തിൽ നമുക്ക് ഉപകാരം ചെയ്യും. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഖിയാമത്ത് നാളൊരു ഭയാനകമായ നാളാണ്. അന്ന് സൂര്യൻ തന്റെ തലക്ക് മുകളിൽ വന്ന് നിൽക്കും. ഓരോരുത്തരും തന്റെ രക്ഷയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ഒരു പ്രിയപ്പെട്ട ഉപ്പക്കും തന്റെ മകനെ വേണ്ട, ഒരു മകനും തന്റെ ഉപ്പയെ വേണ്ട, ഉമ്മയെ വേണ്ട, ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ട, ഭർത്താവിന് ഭാര്യയെ വേണ്ട, ആർക്കും ആരെയും വേണ്ട. സ്വന്തം വഹീദൻ ഫരീദൻ, സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്ന ഭയാനകമായ ഒരു ദിവസമാണ്. ആ ദിവസം ഒരു പ്രത്യേക വിഭാഗം ആളുകൾ, അവരെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോകും. കാരണം അവരുടെ മുഖങ്ങൾ പ്രകാശപൂരിതമായിരിക്കും. അവരുടെ വലതുഭാഗത്ത് പ്രകാശമുണ്ടാകും. അവരുടെ മുന്നിൽ പ്രകാശം സഞ്ചരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് പറഞ്ഞു, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം. മുഅ്മിനീങ്ങൾ അത് അവരുടെ വലതുഭാഗത്തും അവരുടെ മുൻഭാഗത്തിലും പ്രകാശം സഞ്ചരിക്കുന്ന ഒരു വിഭാഗത്തെ നീ കാണുന്ന ദിവസം എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണ്. മറ്റൊരു സൂറത്തു തഹ്രീമിൽ അവരുടെ പ്രാർത്ഥനയായി അല്ലാഹു എടുത്ത് പ്രത്യേകം കൊടുക്കുന്നു, നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം യഖൂലൂന റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. തന്റെ മുമ്പിലും വലതുഭാഗത്തും നൂറ് സഞ്ചരിക്കുന്ന ആ വിഭാഗം അവരുടെ പ്രാർത്ഥനയാണ്, റബ്ബന അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ, ഞങ്ങളുടെ നൂറ് നീ ഞങ്ങൾക്ക് പൂർത്തിയാക്കി തരണേ എന്ന്.
അവിടെ ഒരു പ്രകാശമുണ്ടാകും സഹോദരങ്ങളെ. ആ നൂറ് എല്ലാവർക്കും ഒരുപോലെയായിരിക്കുമോ? അല്ല. ഓരോരുത്തരുടെ ഈമാനിനും അവന്റെ അമലുകൾക്കും അനുസരിച്ചാണ് അത് നൽകപ്പെടുക എന്ന് ഹദീസുകളിൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. ഹദീസുകളിൽ കാണാം, ഖിയാമത്ത് നാളിൽ അവർ ഒരുമിച്ച് കൂടും. അവരുടെ അമലുകൾക്കനുസരിച്ച് ആ നൂറ് അവർക്ക് നൽകപ്പെടും. തന്റെ മുമ്പിൽ ഒരു പർവ്വതം കണക്കെ പ്രകാശമുള്ളവരുണ്ടാകും. പ്രകാശത്തിനുമപ്പുറം, ഒരു ജബലിനുമപ്പുറം, ഒരു വലിയ മലയേക്കാൾ പ്രകാശം കിട്ടുന്ന ആളുകളുമുണ്ട്. തന്റെ വലത് കൈയിൽ ഒരു ഈത്തപ്പന വടി ഇങ്ങനെ കുത്തിവെച്ചാൽ എത്ര പ്രകാശമുണ്ടോ അത്ര കിട്ടുന്ന ആളുകളുണ്ട്. അത്രയും കിട്ടാത്ത ആളുകളുമുണ്ട്. തന്റെ കാലിലെ പിറവിലിന്റെ അത്ര നൂറ് കിട്ടുന്ന ആളുകളുണ്ട്. അത് ഇടക്ക് കെടും, അപ്പോൾ അവർ നിൽക്കും, അത് പ്രകാശിക്കും, അപ്പോൾ വീണ്ടും നടക്കും. അങ്ങനെ സിറാത്ത് കഷ്ടപ്പെട്ട് കടന്നു പോകുന്നവരെ കുറിച്ച് ദീർഘമായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ലോകത്ത് ഖുർആനോടൊപ്പം ജീവിച്ചവർ, നമസ്കാരത്തെ കാത്തു സൂക്ഷിച്ച ആളുകൾ, പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്ന ആളുകൾ, അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുന്ന ആളുകൾ, അവരുടെ നൂറ് അന്ന് കൂടുതൽ തിളങ്ങും. അതുകൊണ്ട് ഇന്ന് നാം ചെയ്യുന്ന ഓരോ സൽക്കർമ്മവും നാളെ മഹ്ശറിൽ നമുക്കുള്ള നൂറാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ, ഈ അമലുകളൊക്കെ വർദ്ധിപ്പിച്ചെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരങ്ങളിലും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വഫീ ലിസാനി നൂറാ വഫീ ബസരി നൂറാ വഫീ സമഇ നൂറാ വഅൻ യമീനി നൂറാ വഅൻ യസാരി നൂറാ വമിൻ ഫൗഖി നൂറാ വമിൻ തഹ്തി നൂറാ വമിൻ അമാമി നൂറാ വമിൻ ഖൽഫി നൂറാ വജഅൽ ലി ഫീ നഫ്സി നൂറാ വഅതിനി നൂറാ വജഅൽ ലി യൗമൽ ഖിയാമത്തി നൂറാ. മുഴുവൻ നൂറിനെ ചോദിക്കുകയാണ്. എന്റെ ഹൃദയത്തിൽ നൂറ് നൽകണേ, എന്റെ കാഴ്ചയിൽ നൂറ് നൽകണേ, എന്റെ കേൾവിയിൽ നൂറ് നൽകണേ, എന്റെ വലതുവശത്തും ഇടതുവശത്തും നൂറ് നൽകണേ, എന്റെ മുകളിലും താഴ്ഭാഗത്തും നൂറ് നൽകണേ, എനിക്ക് നൂറ് നന്നായി വർദ്ധിപ്പിച്ചു തരണേ, നാളെ ഖിയാമത്ത് നാളിലും എനിക്ക് നൂറ് നൽകണേ എന്നും. അതുകൊണ്ട് നിസ്കാരങ്ങളിൽ ഇങ്ങനെയുള്ള ദുആകളും സഹോദരങ്ങളെ നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ യാ നവ്വിർ, അല്ലാഹുമ്മ യാ നൂറസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും നൂറായ അല്ലാഹ്, നവ്വിർ ഖുലൂബന ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ പ്രകാശിപ്പിക്കണേ. വനവ്വിർ ഖുബൂറന ബിത്ത്വാഅ വനവ്വിർ വുജൂഹന യൗമ നൽഖാക വജഅൽന മിൻ ഇബാദികൽ മുഹ്തദീൻ. ഇതും അങ്ങനെ പഠിപ്പിച്ച പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ധാരാളമായി അധികരിച്ചുകൊണ്ട് പ്രകാശം വർദ്ധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ആ ഹിദായത്താകുന്ന സഹോദരങ്ങളെ, ആ പ്രകാശം അള്ളാഹുവോട് ചോദിച്ചുകൊണ്ട് അങ്ങനെയുള്ള അമലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ കളക്ഷൻ എടുക്കുന്നത് മദ്രസക്ക് വേണ്ടിയാണ്. എല്ലാവരും കഴിവിന്റെ പരമാവധി അതിലേക്ക് നൽകണം എന്ന് ഉണർത്തുകയാണ്. അതൊക്കെയും സഹോദരങ്ങളെ, എല്ലാ അമലു സ്വാലിഹാത്തും നാളെ പരലോകത്തുള്ള നൂറുകളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാളത്തേക്ക് വേണ്ടി എപ്പോഴും ദീനിയായ ഒരു ചിന്ത, പരലോകത്തേക്ക് വേണ്ടിയുള്ള ഒരു ചിന്ത, അതാകണം നമ്മുടെ ലക്ഷ്യം. അതാണ് നമുക്ക് സമാധാനം നൽകുക എന്ന് തിരിച്ചറിയുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാതനാ വസിയാമനാ വഖിയാമനാ വറുകൂഅനാ വസുജൂദനാ വഅ്തിദാലനാ വദുആനാ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. والسلام على المرسلين والحمد لله رب العالمين. قوموا إلى صلاتكم.